ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് കസ്റ്റഡിയിലെടുത്ത മോഷണ കേസിലെ പ്രതികൾക്ക് നേരെ നടന്നത് മൂന്നാം മുറ. ക്രൂരമായ മർദ്ദനമാണ് നേരിട്ടതെന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ള ജിനു മൊഴി നൽകി. ചുറ്റിക കൊണ്ടും തടി കൊണ്ടും ശരീരം മുഴുവൻ തല്ലിച്ചതച്ചു. സ്റ്റേഷനിൽ വെച്ച് ഷോക്കടിപ്പിച്ചെന്നും ജിനു മൊഴി നൽകി. കേസിൽ 17-കാരനെ ക്രൂരമായി മർദ്ദിച്ചെന്നും മൊഴി. ജിനുവിൻ്റേത് മരണമൊഴിയായി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ജിനു നേരിട്ടത് ക്രൂരമായ മർദ്ദനമാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജിനുവിൻ്റെ മൊഴിയിൽ അത് മരണമൊഴിയായിട്ടാണ്. വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എങ്കിൽ പോലും അത് പോലീസും വളരെ ഗൗരവത്തിൽ തന്നെ കാണുന്നു ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത്. നടപടി വന്നിട്ടുണ്ട്. പക്ഷേ കേട്ടതിലും കണ്ടതിലും ക്രൂരമായിരുന്നോ യാഥാർത്ഥ്യം, ഹരി? അരുൺ, തീർച്ചയായിട്ടും ഇപ്പോഴും ജിനു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. ഇന്നലെയൊക്കെ തന്നെ ഡയാലിസിസിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും അത് വിജയകരമായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഉണ്ണിയുടെ ശരീരത്തിൽ മുഴുവൻ നീർക്കെട്ടാണ്. ഉണ്ണിയും അതേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ കിടക്കുകയാണ്. ഇന്നലെ 4 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ സസ്പെൻഡ് ചെയ്തതിന് കാരണമായിട്ടുള്ള ഫോർട്ട് ACPയുടെ റിപ്പോർട്ടിൽ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ചില കണ്ടെത്തലുകളുണ്ട്. പക്ഷേ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഈ ജിനുവും ഉണ്ണിയും നേരത്തെ മജിസ്ട്രേറ്റിന് നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നത്. അതായത് ഈ എറണാകുളത്ത് നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയം മുതൽക്ക് തിരുവനന്തപുരത്ത് എത്തിക്കുന്നത് വരെ ഈ വാഹനത്തിൽ വെച്ച് തന്നെ ഇവർക്കെതിരെ ഈ ജിനുവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി എന്നുള്ളതാണ്. അതായത് 3 പോലീസ് ഉദ്യോഗസ്ഥർ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി ആ 3 പേരും വാഹനത്തിലിട്ട് നിരന്തരം ചവിട്ടുകയും ഇടിക്കുകയുമായിരുന്നു ചെയ്തത്. കയ്യിൽ തടി പോലുള്ള ഒരു വസ്തു ഉണ്ടായിരുന്നു. അത് വെച്ചും ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ജിനു പറയുന്നത്.